സമുദ്രഗുപ്തൻ ഏറ്റവും വലിയ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ചയാളാണ്. അക്ബർ അറിയപ്പെടുന്നുണ്ട്. അശോക ചക്രവർത്തി അദ്ദേഹത്തിന് അതൊന്നും ശരിയല്ല എന്ന് തീരുമാനിച്ച് ബുദ്ധന്റെ അനുയായിയായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഈ അയൽക്കാരെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് ആർജിക്കുക, അതാണ് ആധുനിക സാമ്രാജ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാമ്രാജ്യത്വമെന്നും കൊളോണിയലിസമെന്നും നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഒന്നിനു പകരം മറ്റൊന്ന് ഒക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായി മറ്റ് പ്രദേശങ്ങളെ സ്വന്തം കോളനി പോലെയാക്കി മാറ്റി. അതാണ് കൊളോണിയലിസം. സാമ്രാജ്യത്വത്തിന്റെ അത്തരമൊരു പ്രവർത്തനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയായിരുന്നു ഇന്ത്യ. ഓസ്ട്രേലിയ മുതൽ അവരുടെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സൂര്യൻ ഉദിച്ചിങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തെല്ലാം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടായി. ഈ ആധുനിക രൂപത്തിലുള്ള കൊളോണിയലിസവും സാമ്രാജ്യത്വവും ആവിർഭവിച്ചത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. 14, 15, 16 നൂറ്റാണ്ടുകളിലായിട്ടാണ്. 17, 18, 19 നൂറ്റാണ്ടുകളാവുമ്പോൾ അതിന്റെ സാമ്രാജ്യത്വാധിപത്യത്തിന്റെ, കൊളോണിയൽ ആധിപത്യത്തിന്റെ ഏറ്റവും അത്യുന്നതാവസ്ഥയിലെത്തി എന്ന് പറയാം. അത്തരത്തിലുള്ള അന്യരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി സ്വന്തം ഭരണത്തിന് കീഴിലും സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴിലുമാക്കി മാറ്റുന്ന ഈ കയ്യേറ്റ സമീപനം, അയൽക്കാരന്റെ വസ്തു പിടിച്ചെടുക്കുന്നതുള്ള പരിപാടിയാണ്. അതിൽ ആദ്യകാലത്ത് പോർത്തുഗലും അതുപോലെ തന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെയാണെങ്കിൽ ഇംഗ്ലീഷുകാരെ തുടർന്ന് മറ്റുള്ളവരെയൊക്കെ പലയിടത്തേക്ക് ഒതുക്കി അധിപതികളായിട്ട് മാറി. ഇവർ തങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ ഭൂമിയെയും മനുഷ്യരെയും സമ്പത്തിനെയും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ലോകത്തിന് മേൽ അല്ലെങ്കിൽ ലോകത്തിലെ ചില പ്രദേശങ്ങൾക്ക് മേൽ സ്വന്തം ആധിപത്യം സ്ഥാപിച്ച് ജനങ്ങളെ ചവിട്ടടിയിൽ ഒതുക്കാൻ കഴിയണമെങ്കിൽ അവർക്കിടയിൽ പലതരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് സാമ്രാജ്യത്വം, കൊളോണിയൽ ശക്തികൾ ചവിട്ടടിയിൽ ജനങ്ങളെ ഒതുക്കി നിർത്തുക എന്നതല്ലാത്ത പദ്ധതിയും ഈ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ്. വടക്കേ അമേരിക്കയിലാണ് ഇന്ന് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ രാജ്യം.